ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. പുതിയൊരു വിഷയം, അതായത് പുതിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ഒരുപാട് ഡെപ്തിലൊന്നും NLPനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ NLPയുടെ ഒരു മാസ്റ്റർ എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു ടോക്കിലൂടെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം NLPനെ പറ്റി രണ്ട് രൂപത്തിലുള്ള കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. NLP എന്നുള്ളതിൻ്റെ കുറേ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളും NLPയിലൂടെ കുറേ കാര്യങ്ങൾ ചെയ്ത ആളുകളെ പറ്റി കേട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ NLPയെ പറ്റിയിട്ട് പിന്നെ തെറ്റായ ചില അഭിപ്രായങ്ങൾ പറയണമെന്നും കേട്ടിട്ടുണ്ട്. അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, പൊളിച്ചെടുക്കാം. NLPയുടെ രഹസ്യങ്ങൾ പൊളിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ NLPയിൽ ഞാൻ NLPയിൽ പ്രഗത്ഭരായ കുറേ ആളുകളിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് ക്ലാസ്സുകൾക്കൊന്നും ഞാൻ പോയിട്ടില്ല. അങ്ങനെ നമ്മൾ അഡ്വക്കേറ്റ് മൊയ്നുദ്ദീൻ്റെ ഒരു പ്രോഗ്രാമിൽ ജസ്റ്റ് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അറിവേ എനിക്ക് ആ മേഖലയിലുള്ളൂ. പക്ഷേ NLP എന്നുള്ളത് ഒരു സയൻസ് ആണെന്നുള്ളത് എനിക്കറിയാം. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ആണ്. ന്യൂറോളജിയും നമ്മുടെ ലാംഗ്വേജുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള കുറച്ച് സംഭവങ്ങളാണെന്നറിയാം. അത് ഒരു ടൂളായിട്ട് പലരും ബിസിനസ്സിലാണെങ്കിലും, ഇപ്പോൾ ഞാൻ സലീം കോഡ് ഉണ്ട്, അക്കൗണ്ട്സിലാണെങ്കിലും, സെയിൽസിലാണെങ്കിലും, മാർക്കറ്റിങ്ങിലാണെങ്കിലും, ഫാമിലി ലൈഫിലാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടൂളാണെന്ന് അറിയാം. ഇങ്ങനത്തെ പരിമിതമായ അറിവേ ഉള്ളൂ. താങ്കളെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ അതും കൂടി എനിക്കും പിന്നെ നമ്മുടെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ടും നമ്മുടെ ടോപ്പ് 10 കമ്മ്യൂണിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ശിവ ദ NLP മാസ്റ്റർ എന്നുള്ളതാണ് പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളത്. എന്താണ് അങ്ങനെ ഒരു ടാഗ് ലൈൻ നിങ്ങളുടെ പേരിനൊപ്പം ഉപയോഗിക്കാനുള്ള കാരണം, പിന്നെ നിങ്ങളുടെ പറ്റി ഒരു ചെറിയൊരു ബ്രീഫിങ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അല്ലേ, അതല്ലേ നല്ലത്? തീർച്ചയായിട്ടും. എനിക്ക് തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് വെച്ചാൽ തൃശ്ശൂരുകാരുടെ സംസാരം ഭയങ്കര രസമാണ്, കേൾക്കാൻ ഭയങ്കര രസമാണ് തൃശ്ശൂരുകാരുടെ സംസാരം. യൂട്യൂബിലൊക്കെ വൈറലായ ആളുകളെ, ഇപ്പോൾ അഭിഷാദിനെ പോലെയുള്ള അഭിഷാദ് നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ പണ്ട് മുതലേ നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ സംസാരം കേൾക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നാറുണ്ട്. തൃശ്ശൂരിലുള്ള ആ ഒരു സ്ലാങ് ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള ഒരാൾ നമ്മളെ ഈ ഒരു സൊറയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയെന്നുള്ളത് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്. ഓക്കെ, തൃശ്ശൂർ എന്നുള്ള കേരളത്തിൻ്റെ സെൻട്രൽ പോയിന്റിലുള്ള ഒരു നാടാണ്. ഓക്കെ, അപ്പോൾ തൃശ്ശൂരിനെ കുറിച്ചുള്ള കഥകളും ഇതിനിടയിലൂടെ നമുക്ക് പറയാം. ഒപ്പം NLPയെ കുറിച്ചുള്ള കഥകളും നിങ്ങളെ കുറിച്ചുള്ള കഥ ആദ്യം പറയാം. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ശിവൻ എന്നാണ്. നെന്മണിക്കര എന്ന് പറയുന്ന തൃശ്ശൂരിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ ശിവൻ നെന്മണിക്കര എന്നാണ് പേര് വെച്ചിരുന്നത്. ഇത് നോക്കിയപ്പോൾ നമ്മൾ ഇതിനെ നെന്മണിക്കയിൽ ചുരുക്കണം. മനസ്സിലായി, നമുക്ക് എല്ലാ ആളുകൾക്കും സ്വന്തമായിട്ടൊരു ലോകം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു. ജാഫർക്ക് ആണെങ്കിൽ താങ്കൾക്ക് ഒരു ലോകമുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും സ്വന്തമായിട്ട് ലോകമുണ്ട്. നമ്മൾ കരുതിക്കുന്നത് വേറെ ചില ആൾക്കാർക്ക് പണമുള്ളവരുടെയും അധികാരമുള്ളവരുടെ സ്ഥലമാണെന്ന് വെച്ചിരിക്കുന്നത്. ഇത് മാറാൻ വേണ്ടിയിട്ടാണ് മാറ്റി സ്ഥലത്തിന്റെ പേര് മാറ്റി. അപ്പൊ ശിവ NLP മാസ്റ്റർ ട്രെയിനർ. അപ്പോൾ ട്രെയിനർ എന്ന് പറയുമ്പോൾ അതിലൊരു മാസ്റ്റർ ട്രെയിനറായിട്ട് മാറി. കാരണം പ്രായം കൊണ്ട്, പരിചയം കൊണ്ട്, അത്രമാത്രം. 59 വയസ്സ്. പറയാൻ വേണ്ടിയിട്ടല്ല, തമാശക്ക് ചോദിച്ചതാണ്. എടുക്കാൻ പോകും. വെറുതെ അല്ല ചെറുപ്പക്കാരെന്ന് പറഞ്ഞത്. അതാണ് താങ്കളുടെ ഞാൻ വളരെ യങ്ങാണല്ലോ താങ്കളെന്ന് പറഞ്ഞത്. ഓക്കെ, NLP പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണോ അത്ര പ്രായം കുറഞ്ഞു തോന്നിക്കാനുള്ള കാരണം? അത് നമ്മുടെ പാരന്റ്സ് പറയാൻ പറ്റാത്ത സീക്രട്ട് ആണോ? സീക്രട്ടുകൾ പൊട്ടിക്കുന്നു. എല്ലാ സീക്രട്ടും എല്ലാ സീക്രട്ടും പൊട്ടിക്കണം. എന്താണ് അതെ, ജനങ്ങൾ പല കാര്യങ്ങളിലും വിശ്വസിക്കാൻ ഇഷ്ടപ്പെടും. അതേസമയം പെട്ടെന്ന് അതിന് ഗുണം കിട്ടുമെന്ന് മിസ്സായി പോകാൻ പാടില്ല. എല്ലാവരും ഇൻസ്റ്റന്റ് ആയിട്ട് ഗുണം കിട്ടുമെന്ന്. ഇപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഉടനെ ഗുണം കിട്ടണം. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്നു, ഉടനെ ഗുണം കിട്ടണം. ഒരു സംഘടന നടത്തുന്നു, ബിസിനസ് തുടങ്ങുന്നു, ഉടനെ റിസൾട്ട് കിട്ടണം. അല്ലെങ്കിൽ ട്രെയിനർ ആവണം, നല്ലൊരു പെട്ടെന്നാവണം എന്നാണ്. എന്നാൽ മുൻപൊക്കെ കരുതിയിരുന്നത് അങ്ങനെ പെട്ടെന്നാവണമെന്ന് ആഗ്രഹിക്കുകയും കുറെ കാലം എടുത്തിട്ടാണ് ആവാറ്. ഇപ്പൊ മോഡേൺ സൈക്കോളജി വന്നപ്പോൾ, മോഡേൺ സൈക്കോളജി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസേഷന് ശേഷം സൈക്കോളജിയിൽ ഡെവലപ്മെന്റ് ഉണ്ടായി. ഇപ്പൊ സൈക്കോളജി എന്ന് പറയുന്നത് പഠിക്കാനും കുറെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് മറ്റുള്ളവർ ഉപദേശിക്കാനുള്ളതാണെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അതല്ല, സൈക്കോളജി ജീവിതത്തിൽ ഉപയോഗിക്കാനുള്ളതാണ്. നമ്മൾ ഇന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർക്ക് ഗുണമുണ്ടാവണം, നമുക്ക് ഗുണമുണ്ടാവണം. മനുഷ്യരാശിക്ക് സമൂഹത്തിനും ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതാണ് സൈക്കോളജി. അത്ര സിമ്പിളായിട്ട് മാറ്റണം. അതിന്റെ പല ഭാഗങ്ങളും
ഇന്ന് നിലവിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാമുദായിക രംഗത്തുള്ളവർ, ആത്മീയ രംഗത്തുള്ളവർ പ്രവർത്തിക്കുന്നുണ്ട്, ഭൗതികമായ ചിന്തയുള്ളവർ പ്രവർത്തിക്കുന്നുണ്ട്, സയന്റിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, പൊളിറ്റീഷ്യൻസ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സൈക്കോളജി അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് എല്ലാവരും ഉപയോഗിക്കുന്നു. ശരി. എന്നിട്ട് ഈ സൈക്കോളജി ആണെന്ന് പറയില്ലേ പലരും, ഭാഗ്യാണെന്ന് പറയും. പ്രത്യേക റിസൾട്ട് ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഒരു കുട്ടി നല്ല ഓർമ്മ ക്രെഡിറ്റ് സൈക്കോളജിക്ക് കൊടുക്കില്ല, ഭാഗ്യത്തിനാണ് കൊടുക്കുന്നത്. ആ കുട്ടിക്ക് അത്ഭുതമായ കുട്ടിയാണ്, അത് ജീനിയസ് ആണ്. ആ കുട്ടി എന്തോ പ്രത്യേക കഴിവുള്ള കുട്ടിയാണ്. എല്ലാവരും കഴിവുള്ളവരാ. നമുക്കിപ്പോൾ ഇടതയും വലുതയും ഉണ്ട്. ഒരു കൈക്ക് കുറച്ച് സ്വാധീനം കൂടും, കാരണം അത് ശീലങ്ങളിലാണ്. ഇപ്പൊ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന ചിലരുണ്ട്. അപ്പോൾ നമ്മളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വളരെ സ്ലോവിൽ ഉപയോഗിക്കുക. ചെറിയ കുട്ടികളോ വളരെ ഫാസ്റ്റ് ആയിട്ട് അവർ വേറെ സ്ഥലത്ത് നോക്കി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ വോയിസ് ചെയ്യാൻ പറ്റും, അന്ന് വോയിസ് ഇല്ലാത്ത കാലത്ത് അവർ വേറെ ഉറക്കത്തിൽ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ കൗൺസിലിംഗ് വരുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ചാറ്റ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. 6-8 മണിക്കൂർ ചാറ്റ് ചെയ്തിരുന്നത് നമ്മുടെ പഴയ കീബോർഡ് വെച്ചിട്ട് മൊബൈലിൽ. അപ്പൊ ഇത് കണ്ണടച്ച് ഉറക്കത്തിൽ ചെയ്യൂത്രേ, അത്രയ്ക്കും ഫാസ്റ്റ് ആയിരുന്നത്. എന്നിട്ട് 8 മണിക്കൂറൊക്കെ ചാറ്റ് ചെയ്യുന്ന ആലോചിക്കുക. ഈ ആളുടെ കൈയും മൈൻഡും തമ്മിൽ കണക്ഷൻ, ഈ ആളോടുള്ള പാഷൻ, ഇതേപോലത്തെ പാഷൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സബ്ജക്റ്റിനോടാണെങ്കിൽ, ഒരു പ്രൊഫഷനോടാണെങ്കിൽ വലിയ മിറാക്കിൾസ് ഒക്കെ സംഭവിക്കാം. അതാണ് മിറാക്കിൾസ് എന്ന് പറയുന്നത്. സാധാരണ കവിഞ്ഞ അതിഗംഭീരമായി ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിനെ നമുക്ക് പറയാം, വിശേഷിപ്പിക്കാം. ശരിക്കും അത്ഭുതം പറയാൻ പറ്റില്ല. ഓക്കെ, ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയത് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഇത് പറഞ്ഞ് നിങ്ങൾ വിഷയത്തിലേക്ക് കയറി, നിങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞോളൂ, ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ശിവൻ എന്നുള്ള പേര് ശിവ NLP മാസ്റ്റർ ട്രെയിനർ എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്, ഇപ്പം അങ്ങനെ അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ NLPയിലെ നമ്മൾ ഒരു സെഷൻ മുതൽ ട്രെയിനേഴ്സ് ട്രെയിനിങ് വരെ കൊടുക്കുന്നു. അപ്പോൾ ട്രെയിനർ ആവാൻ കുറേ കാലം വേണ്ട, കാരണം മുൻപൊക്കെ സ്കില്ലിലൂടെയാണ് ഒരാളെ കഴിവ് പ്രകടിപ്പിച്ചത് വന്നിരുന്നത്. അപ്പോൾ സ്കില്ലൊക്കെ എടുക്കണമെങ്കിൽ 1000കണക്കിനും 10000കണക്കിനും മണിക്കൂർ പ്രയോഗിച്ചിട്ടാണ് ഒരാൾക്ക് സ്കില്ല് ഉണ്ടാവുന്നത്. ഇദ്ദേഹം വളരെ യങ്ങാണ്. അപ്പൊ ഇദ്ദേഹത്തിനെ പോലെ കരുതുന്നത് കുറെ കാലം കഴിഞ്ഞിട്ട് വേണം എനിക്ക് റിസൾട്ട് കിട്ടാൻ. ഇപ്പൊ അത് വേണ്ട. എന്നാ വേണ്ടത്, എന്നാണ് ആയി തീരേണ്ടത്, ഡേറ്റ് തീരുമാനിച്ചാൽ മതി. നമ്മൾ ആ ട്രെയിനിങ് ചെയ്തിട്ട് നിങ്ങളുടെ കഴിവുള്ള ഉള്ളിലുള്ള കഴിവിനെ പുറത്തേക്ക് എടുക്കുന്നത്. സ്കില്ലല്ല വേണ്ടത്, ബിലീഫാണ്. പിന്നെ ഐഡന്റിറ്റിയാണ്. എനിക്ക് പറ്റില്ല, ഞാനത്ര പോരാ, ഞാൻ മറ്റാളത്രയ്ക്ക് എനിക്ക് സൗന്ദര്യമില്ല, പാരമ്പര്യമില്ല, അവരത്ര ബുദ്ധി എനിക്കില്ല. ഇങ്ങനെ കുറെ തെറ്റായ ധാരണകൾ സ്കൂളിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് വലിയൊരു പ്രശ്നം. നേരത്തെ പറഞ്ഞ ബിലീഫ്സ്, തെറ്റായ കുറെ ബിലീഫ്സ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമ്മൾ അതെടുത്ത് ഒഴിവാക്കി പുതിയ ശരിയായ ബിലീഫ്സ് ഇൻസ്റ്റാൾ ചെയ്യണം. അതാണ് പ്രോഗ്രാമിംഗ്. അതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. റീപ്രോഗ്രാം ചെയ്യണം നമ്മുടെ ബ്രെയിനിനെ, ശരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബിലീഫിനെ. ബിലീഫിനും ആറ്റിറ്റ്യൂഡിനും ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതെ, ഇതെന്ത് ഇങ്ങനെ, ഇവിടെ വെളിച്ചം കുറവാണല്ലോ, ഇതെന്ത് ഇങ്ങനത്തെ ക്യാമറ, ഈ കുറ്റം കണ്ടുപിടിക്കുന്നില്ല. അതെ. അപ്പൊ യഥാർത്ഥത്തിൽ ഔട്ടാണ് നോക്കേണ്ടത്. സൊസൈറ്റിയിൽ നിന്നാണ് ആ ബിലീഫ്സ് വരുന്നത് അല്ലേ? ഈ നെഗറ്റീവ് പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളെ കാണുക എന്നുള്ളത് സൊസൈറ്റിയിൽ നിന്ന് ആളുകൾക്ക് കിട്ടിയ ഒരു ബിലീഫ് സിസ്റ്റമാണ്. തീർച്ചയായും ആ സിസ്റ്റത്തിനെ നമുക്ക് ലോകത്തിന് മുഴുവൻ പൊളിച്ചടക്കി നന്നാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോണമെന്നില്ല, പക്ഷെ നമ്മളിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താം. അതാണ് അതിനൊരു ടൂളായിട്ടാണ് NLP ഉപയോഗിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? ഓക്കെ. ഈ NLP എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന മേഖലകളൊന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ്, ചെറുപ്പം മുതലേ കിട്ടും. ശരിക്കും വേണ്ടത് പാരൻസിനാണ് ആദ്യം വേണ്ടത്. അപ്പൊ പാരൻസ് കുട്ടിയെ എനിക്ക് വീട് കേട്ടോ, ഈ താഴെ ഇടരുത്, മൊബൈൽ സൂക്ഷിച്ച് പിടിച്ചേക്കണം എന്നല്ല പറയാ, താഴെ ഇടരുതെന്നാണ് പറയുക. പോസിറ്റീവും താഴെ ഇടരുത് എന്നുള്ള നെഗറ്റീവ്. ഓടി കളിക്കുകയാണെങ്കിൽ അവിടെ ഗ്ലാസ് ഇരിക്കുന്നു, മദ്യരിക്കുന്നു, അത് തട്ടരുത് കേട്ടോ. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ അതിനെ കുറിച്ചുള്ള ചിന്ത വരിക. കുട്ടി ഇവിടെ ഓടി കളിക്കുന്നു, അവസാനം നമ്മൾ ആ തട്ടിട്ടുള്ള കുട്ടീനെ വഴക്ക് പറയേണ്ടി വരും. തുടങ്ങി നമ്മൾ നീ അവളെ നോക്കരുത്, നീ അവനെ കാണരുത് എന്നൊക്കെ പറയുമ്പോൾ അവനെക്കുറിച്ചും അവളെക്കുറിച്ചും
ഈ കുട്ടികളുടെ മനസ്സിൽ സങ്കല്പം ഉണ്ടാവുക. ഓക്കെ ഓക്കെ. ഈ പറയുന്ന കാര്യങ്ങളിൽ ഞാൻ നിങ്ങൾ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിൽ നിന്നും ഇതേപോലെ നിങ്ങളെ പോലുള്ള ട്രെയിനേഴ്സിൽ നിന്നും നമുക്ക് കിട്ടുന്ന സമയത്ത് അപ്പോൾ അത് ഓക്കെ റെഡിയാണ്, ഇതേപോലെയാണ് ഞാൻ എൻ്റെ കുട്ടീനെ പാരൻറ്റിങ് ചെയ്യേണ്ടത് കുട്ടിക്കുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ വീണ്ടും മറക്കുകയാണ്, വീണ്ടും ഈ പറഞ്ഞ അരുതകൾ പറയാണ് കുട്ടികളോട്. പിന്നെ ഇതേപോലെ നിങ്ങളെപ്പോലെ ആളുകൾ വീണ്ടും വന്ന് പറയുമ്പോൾ ശരിയാണല്ലോ, ഇന്നലെ ഞാനൊരു അരുത് പറഞ്ഞിട്ടുണ്ടല്ലോ, പറയാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ള ഓർമ്മ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം, നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം ഇത്തരത്തിലുള്ള ട്രെയിനർ. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ പോലെ ട്രെയിനേഴ്സ് നമ്മുടെ വ്യക്തിത്വത്തിൽ അലിഞ്ഞു ചേരണം ഈ ആറ്റിറ്റ്യൂഡും ഈ ബിലീഫും. അപ്പൊ ആറ്റിറ്റ്യൂഡ് നമുക്ക് പുറത്ത് നമ്മൾ സാധാരണ ഫാഷൻ ഷോയ്ക്കൊക്കെ ഒരു പ്രത്യേക ലുക്കിനെയൊക്കെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിലല്ല, മനോഭാവമാണ് അത്. ഇവിടെ എന്ത് പോസിറ്റീവ് മനോഭാവം. ഇപ്പൊ മഴ പെയ്യുന്നു, എന്ത് കഷ്ടം, ദുരിത എന്നൊക്കെ പറയുന്ന മഴയുടെ ഭംഗി ആസ്വദിക്കുക, മഴ നമുക്കുള്ള അനുഗ്രഹമായിട്ട് കാണാം. വെള്ളപ്പൊക്കം ഉണ്ടാവും, തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിന്റെ പാർട്ടാണ്, അതിനെ അതിജീവിക്കാൻ നമ്മൾ പഠിക്കുക. വാട്ട് ഈസ് ഗ്രേറ്റ് ഇൻ ഇറ്റ്, ഈ ചിന്തയാണ് ഏറ്റവും നല്ലത്. നമുക്ക് അപകടം ഉണ്ടാകുമ്പോൾ, പരാജയം ഉണ്ടാകുമ്പോഴും അതിനുള്ളിൽ ഏറ്റവും മഹത്തരമായ സാധനം അതാണ് കണ്ടുപിടിക്കുക, അതിനെ യൂസ് ചെയ്യുക. ഈ നഷ്ടമൊക്കെ വരുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പല ഫലങ്ങൾ കിട്ടാതെ വരുമ്പോൾ നിരാശയാണ്. നിരാശയ്ക്കൊപ്പം നമുക്ക് പേടി കിടക്കും. ഈ പേടി അതിനോടുള്ള സംശയം കൊണ്ട് അതോടെ ആ ആളുടെ ജീവിതം കഴിയും. പലരും വലിയ കാര്യങ്ങൾ തീരുമാനിച്ച് ചെയ്ത് അതിൻ്റെ ആ കരയെടുക്കാറാവുമ്പോഴാണ് അവരറിയുന്നത് ഞാൻ കരക്കെടുക്കാറായിട്ടില്ല, ഞാൻ ആഴക്കടലിലാണ്. ശരി, തീർത്തെടുക്കാറായി അവര് ആ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. സത്യത്തിൽ അതല്ല യാഥാർത്ഥ്യം, തൊട്ടപ്പുറത്ത് വിജയാണ്, കര കടക്കുക, അവിടുന്ന് അവർ തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ ആ പ്രതീക്ഷയും വിശ്വാസമാണ് നമ്മളെ മനുഷ്യനാക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യനാക്കുന്നത്. ഓക്കെ.